വന്നപ്പോഴത്തേനും ഭയങ്കര ആൾക്കൂട്ടം, പോലീസൊക്കെ. ഞാൻ വെച്ചാൽ എന്തെങ്കിലും പാർട്ടി ഇഷ്യൂസ് ആയിരിക്കും. അങ്ങനെ പറഞ്ഞപ്പോഴും നമുക്ക് ഏകദേശ ധാരണ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു വെറുതെ ആയിരിക്കും, വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. പക്ഷെ ഉണ്ടല്ലോ, ഈ കാർ അങ്ങോട്ട് വന്ന് നിന്നപ്പോ ഇതിൽ നിന്ന് ഇറങ്ങിയ ആളെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കോളേജിലെ ലാലേട്ടൻ വന്നു. നമ്മുടെ ദൃശ്യം 3യുടെ പൂജയൊക്കെ ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ടായിരുന്നു. സത്യം പറയാലോ, നമ്മുടെ എനിക്കറിയില്ല എന്താ പറയാ, നിന്റെ മനസ്സിൽ എന്താണ് ഈ മീഡിയക്കാരെല്ലാം ഫ്രണ്ടിൽ കയറിന്ന് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ മനോരമ ന്യൂസിലെ ലൈവ് നടക്കായിരുന്നു, നമ്മൾ അത് ഇങ്ങനെ വെച്ച് കണ്ടോണ്ടിരിക്കായിരുന്നു. സത്യം പറയാലോ, കഴിഞ്ഞ ദിവസം ബിഗ് ബോസിന്റെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ട് ഇങ്ങോട്ട് ഇത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്കൊക്കെ. അയ്യോ, എനിക്കറിയില്ല, ശരിക്കും അവിശ്വസനീയമായിരുന്നു. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങിയ സമയത്തുണ്ടല്ലോ, ബൗൺസേഴ്സ് നമ്മളെ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല, ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഇങ്ങനെ വരവ് കണ്ടപ്പോഴത്തേനുണ്ടല്ലോ, എൻ്റെ ദൈവമേ, പുള്ളിക്ക് ഇങ്ങനെ ഓറയൊക്കെ ഉള്ള പോലെ ഫീൽ. ഒരു നിന്നായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം. ആൻഡ് ഷൂട്ടിംഗ് നമുക്ക് കോളേജ് 2 ദിവസം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.